ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സെലീസ് ക്രോഷറ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രോഷയുടെ പ്രൈസിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ക്രോഷറ്റിന് പ്രൈസ് ചെയ്യണത് നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിലെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മളെങ്ങനെയാണ് ക്രോഷ്യ പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ നമുക്ക് ക്രോഷ്യ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ബേസിക്കലി ക്രോഷ്യ പ്രോഡക്റ്റിന് ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസ് ആണ് കേട്ടോ. ഓരോരുത്തർ സെയിൽ ചെയ്യണത് ഭയങ്കര നല്ല ഹൈ പ്രൈസിലാണ് കേട്ടോ ക്രോഷ്യേൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു വീഡിയോ ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ താഴെ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കൊടുത്താൽ മുതലാവും എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഒരു യൂട്യൂബിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രോഷ്യ ചാനലിനെ കുറിച്ചിട്ട് ഒരാൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹൈ റേറ്റിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രോഷ്യ പഠിക്കാൻ അത്രയും അവർ ക്ലാസ് എന്തോ ചെയ്യുന്നുണ്ട്, ആ ഒരു ക്ലാസ്സിന് അവർ നല്ലൊരു റേറ്റ് ഈടാക്കുന്നുണ്ട്. അത് ഭയങ്കര ഇതൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഹൈ ലെവലായിട്ട് തോന്നും കേട്ടോ. ക്രോഷ്യ മാമയാണ് ആ ഒരു ചാനൽ. ക്രോഷ്യ മാമ ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിന് ഭയങ്കര ചാർജും അവർ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൊഡക്റ്റിനും തന്നെ അവർ നല്ല ഹൈ റേറ്റിലാണ് അവരുടെ സാധനങ്ങൾ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രോഷ്യ പ്രോഡക്റ്റിന് നമ്മൾ തന്നെയാണ് പ്രൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ക്രോഷ്യ പ്രോഡക്റ്റിന് പ്രൈസ് കൂടാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റാണ്. ഈ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിന് നമ്മൾ ഈ ഒരു ക്രോഷ്യ അല്ലെങ്കിലും വേറെ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ആരി വർക്ക് അങ്ങനത്തെ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ വർക്കൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വർക്കുകൾക്കൊക്കെ നമ്മൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് തന്നെയുള്ള നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. നമ്മളങ്ങനെ ചീപ്പ് റേറ്റിനൊന്നും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു തരത്തിലും പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന യാണിൻ്റെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രൈസിൽ വ്യത്യാസം വരും. നമ്മൾ ഓരോ പ്രോഡക്റ്റിനും നമുക്ക് എത്ര യാണാണോ ചിലവാകുന്നത് ആ ഒരു യാണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തിന് വില ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇത് അത്രയും ചീപ്പാണല്ലോ, ഇവരുടെ അത്രയും ഹൈ ആണല്ലോ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുമ്പ് ആ ഒരു സംഭവത്തിൻ്റെ ക്വാളിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അവരുടെ ക്ലാസ്സുകൾക്കൊക്കെ ഭയങ്കര റേറ്റാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഇപ്പോൾ വേറെ എന്ത് അറിവ് നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ അറിവുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കിയാലാണല്ലോ നമുക്ക് ഓരോന്നും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ ആ ഒരു ക്ലാസ്സിന് അത്രയും പ്രൈസ് കൂടുതലാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ക്ലാസ്സിന് ചേരുന്നതും ചേരാത്തതും ഒക്കെ അവരുടെ അതായത് നമ്മളുടെ ഇഷ്ടമാണ്. നമ്മൾ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോസ്റ്റ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ആ ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടാനുണ്ടാകും. കോസ്റ്റ് കുറയുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ആ ഒരു കോസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ കാണുന്നുണ്ട്. പിന്നെ ഈ സാധാരണക്കാരുടെ ഇടയിൽ ക്രോഷ്യക്ക് റേറ്റ് കൂടുതലാണ് തോന്നുന്നു. നമ്മൾ ഈ ടൗണിൽ അതുപോലെ തന്നെ മെയിനായിട്ട് സിറ്റി ഏരിയകളിലൊക്കെ നമ്മൾ ക്രോഷ്യ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായി അവരെ സംബന്ധിച്ച്, അതായത് സിറ്റി ലൈഫിനെ സംബന്ധിച്ചിട്ട് അവർക്കത് വളരെ കുറവായിരിക്കും. നമ്മളത് സാധാരണഗതിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒരു കൂടുതലായിട്ടും തോന്നും.
പിന്നെ മെയിനായിട്ടുള്ളത് നമ്മളെല്ലാ കോസ്റ്റുകളും, അതായത് നമുക്ക് ഈ ഒരു ക്രോഷ്യേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളിൽ നിന്ന് ചിലവായിട്ടുള്ള ആ ഒരു ചിലവിന് എല്ലാ ചിലവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനാണെങ്കിലും ഗ്ലാസ്സുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ വില ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ക്രോഷ്യറ്റിൻ്റെ ക്ലാസ്സിന് അത്രയും പ്രൈസ് ചെയ്യുന്നത് വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു പാഷനാണ്. അതായത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു മാർഗം കൂടിയാണിത്. അപ്പോൾ ഇത് ഫ്രീ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണാം. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ചിലർക്ക് അങ്ങനെ ഫ്രീ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയാലും ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയണമെന്നില്ല. ചിലർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിലും വെറുതെ കിട്ടുന്നതിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു പൈസക്ക് മേടിക്കുന്നതിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു വാല്യൂ കൂടും. അപ്പോൾ അതാണ് നമ്മൾ പ്രൈസ്. പിന്നെ ക്രോഷ്യറ്റിൻ്റെ ക്ലാസ്സിന് പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്നത്, പ്രൈസ് കൂടുമ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ആ ഒരു ക്ലാസ്സിനുണ്ടാകും. ആർക്കും തന്നെ ഹുക്കും നൂലും ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വലിയ ടഫായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ക്രോഷ്യ വരുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ക്രോഷ്യ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആകും അവരുടെ ആ ഒരു ക്രോഷ്യറ്റിൻ്റെ പ്രോഡക്റ്റിനും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കൊക്കെ കോസ്റ്റ് കൂടാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ക്രോഷ്യ അത് കൂടുതലായിട്ട് തോന്നും, ചിലർക്ക് അത് കോസ്റ്റ് കുറവായിട്ടും തോന്നും, അങ്ങനെയുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ ഈ ഒരു ക്രോഷ്യൻ്റെ ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ വാങ്ങിക്കുന്ന യാണിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും യാണിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ പ്രൈസ് എന്തായാലും കൂടും. അതുപോലെ യാണിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് വരുമ്പോൾ പ്രൈസ് നമുക്ക് ചീപ്പ് റേറ്റിനും പ്രൈസ് കിട്ടും. ചില ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ടാകും, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ യാണിൻ്റെ പ്രൈസും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടൊക്കെ നോക്കുമ്പോൾ ക്രോഷ്യ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് അധികമായിട്ട് തോന്നും. അഫോർഡ് ചെയ്യണവർക്ക് അത് കുഴപ്പമില്ലാത്ത നോർമൽ രീതിയിലായിട്ട് തോന്നും. അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇനി എന്താണെന്നുള്ളതും കൂടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.